ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ അപ്ഡേറ്റ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയിൽ ബ്രിക്സിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ, അതായത് ബ്രിക്സ് രാജ്യങ്ങളുടെ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് എല്ലാം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മീറ്റിംഗ് 2 ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 22, 23 ദിവസങ്ങൾ. പല രാജ്യങ്ങളുടെയും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസേഴ്സ് അതിൽ പങ്കെടുക്കുന്നുണ്ട്. UAE, ഇറാൻ, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ, ചൈനയുടെ വാങ് യിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, ഫോറിൻ മിനിസ്റ്റർ. ഇത്തരത്തിൽ തകൃതിയായിട്ടുള്ള മീറ്റിംഗ് ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഇന്ത്യയും UAEയും തമ്മിൽ ഡിഫൻസ് കരാറിലോട്ട് മുന്നോട്ട് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത, അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ഡീൽ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ ഇത് അറിയിപ്പ് വന്നിരിക്കുന്നത് ഇന്ത്യയും UAEയും തമ്മിൽ ബ്രഹ്മോസ് മിസൈൽ ഡീൽ, അതേപോലെ തന്നെ ആകാശ് തീർ എയർ ഡിഫൻസ് സിസ്റ്റം, ഈ 2 ഡിഫൻസ് എക്യുപ്മെൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് UAEയും ഇന്ത്യയും തമ്മിൽ കരാർ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കൃത്യമായിട്ട് സൗദി അറേബ്യയ്ക്കുള്ള ഒരു കെണിയാണ്. സൗദി അറേബ്യയെ എങ്ങനെയെങ്കിലും ഐമാക്കിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ടുള്ള സകല കളികളും ഇന്ത്യ ഇറക്കും, ഉറപ്പാണ്. അതിൽ യാതൊരു മാറ്റമില്ല. സൗദി അറേബ്യ ഡിലേ ചെയ്യുന്ന ഓരോ ദിവസങ്ങളും ഇന്ത്യയും UAEയും തമ്മിലുള്ള ഡിഫൻസ് ബന്ധം ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് സൗദി അറേബ്യയ്ക്ക് തടയാൻ പറ്റില്ല. സൗദി അറേബ്യയുടെ ഡിഫൻസ് പാർട്ണർ പാകിസ്ഥാനാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് അവിടെ ഒരു ചാൻസ് ഇല്ല. പക്ഷേ UAEയും ഇന്ത്യയും തമ്മിൽ ഇപ്പം ഈ ഒരു ബ്രഹ്മോസ് മിസൈൽ ഡീൽ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് സൗദി അറേബ്യയ്ക്ക് കൃത്യമായിട്ടൊരു മറുപടി ആയിരിക്കും, UAEയുടെ ഒരു മറുപടി. ഇപ്പോൾ ഈ വാർത്തകൾ ലൈം ലൈറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം തന്നെ സൗദി അറേബ്യയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഐമാക് കോറിഡോർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഈ ഒരു പ്രോജക്റ്റിൽ സൗദി അറേബ്യ വന്ന് പങ്കെടുത്തേ പറ്റൂ, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. ഇന്ത്യയും അർമേനിയയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുകയാണ്, ഡിഫൻസ് ബന്ധം. കാരണം അർമേനിയയിലെ ഈ പെസഷ്നിയാൻ എന്ന് പറഞ്ഞ അവിടെ ഇതിന് മുമ്പ് ഭരിച്ചുകൊണ്ടിരുന്ന ആ പ്രസിഡന്റ് തന്നെയാണ് വീണ്ടും ഇലക്ഷനിൽ മത്സരിച്ച് വിജയിച്ച് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കയുടെ സ്ഥാനവും അവിടെ നിലനിൽക്കുന്നുണ്ട്. കോക്കസ് റീജിയനിൽ ഒരു കോറിഡോറുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സെങ്ഷൻ കോറിഡോർ എന്ന് പറഞ്ഞൊരു കോറിഡോർ അമേരിക്ക ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ അമേരിക്ക കൃത്യമായിട്ട് ഇറാനെ നിരീക്ഷിക്കും. അസർബൈജാൻ്റെ തൊട്ടടുത്താണ് ആ കോറിഡോർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ അമേരിക്കയുടെ ഇൻഫ്ലുവൻസ് അമേരിക്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇന്ത്യ അർമേനിയ ഈ ഡിഫൻസ് പാക്റ്റ് അത് വീണ്ടും ഒന്നുകൂടി എഫക്റ്റീവായിട്ട് മുന്നോട്ട് പോവുകയാണ്. അവിടെ ഭരണമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ടായിരുന്നു. ഒന്നെങ്കിൽ സ്ലോ ഡൗൺ ചെയ്യാം. കാരണം ഇതിന് മുൻപ് ഭരിച്ചിരുന്ന ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വെക്കുന്ന പല പ്രോജക്റ്റുകളെയും അടുത്ത ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യുമല്ലോ. പിന്നീട് അവർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീണ്ടും തിരിച്ചു വരും. പക്ഷെ അതിന് കുറച്ച് ടൈം എടുക്കും. ആ ഗ്യാപ്പിൽ ഗോൾ അടിക്കാൻ പലരുമുണ്ട്. തുർക്കിയെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. തുർക്കിയെ പോലത്തെ ആൾക്കാർ, ചൈനയെ പോലത്തെ ആൾക്കാർ, അതേപോലെ പാകിസ്ഥാനെ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട് ഇന്ത്യക്കിട്ട് ഗോൾ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും തൽക്കാലം ഇനി ഒരു അടുത്ത 5 വർഷത്തേക്ക് അർമേനിയ സേഫ് പോക്കറ്റ് ഇൻ ഇന്ത്യ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ചൈനയ്ക്ക് ഒരു ക്രെഡിറ്റ് കൂടി കിട്ടിയിട്ടുണ്ട്. ആ ക്രെഡിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അൺടെസ്റ്റഡ്, അതായത് ഉപയോഗിച്ച് നോക്കാത്ത ആയുധങ്ങൾ വിറ്റതിൽ ചൈന നമ്പർ 1 ആണ്. ആർക്കാണ് വിറ്റിരിക്കുന്നത്? പാകിസ്ഥാൻ. അത് പരീക്ഷണം നടത്താത്ത ആയുധങ്ങൾ വിൽക്കുന്നതിൽ ചൈന നമ്പർ 1 ആണ്. പരീക്ഷണം നടത്താത്ത ആയുധങ്ങൾ വാങ്ങിക്കുന്നതിൽ പാകിസ്ഥാൻ നമ്പർ 1 ആണ്. അപ്പം അങ്ങനെ ആയുധ വിൽപ്പനയിൽ ചൈനയുടെ നമ്പർ 1 ലിസ്റ്റിലുള്ളത് പാകിസ്ഥാനാണ്, ചൈനയുടെ ആയുധം വിൽപ്പനയിൽ. അപ്പം അങ്ങനെ ചൈനയുടെ ആയുധം വാങ്ങിച്ചിരിക്കുന്ന പരമാവധി ആയുധങ്ങളെല്ലാം തന്നെ ഡംപ് ആൻഡ് വേസ്റ്റേജ് പ്രോഡക്റ്റാണ്. കാരണം ഉപയോഗശൂന്യമാണ്. ഇതുവരെ ടെസ്റ്റ് പോലും ചെയ്തിട്ടില്ല. അത്തരത്തിൽ അൺടെസ്റ്റഡ്, അതുപോലെ അൺപ്രൂവൻ ഡിഫൻസ് സാധനങ്ങളാണ് ചൈനയുടെ സൈഡിൽ നിന്ന് പാകിസ്ഥാൻ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്. ബംഗ്ലാദേശ് ചൈനയുടെ J-10 CE ഫൈറ്റർ ജെറ്റ് വാങ്ങിക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുകയാണ് ചൈനയുമായിട്ട്. റഷ്യയുടെ സെർഗൈ ഷോയ്ഗു ഇന്ത്യയിൽ ബ്രിക്സ് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. റഷ്യയുടെ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് പുള്ളിക്കാരൻ പങ്കെടുത്ത് ചർച്ച നടത്തുന്നത്. കാനഡയും ഇന്ത്യയും തമ്മിൽ ഡിഫൻസ് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ്. കാനഡ ഈ G7 സബ്മിറ്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി വിസിറ്റ് ചെയ്തിരുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ മോദിയുടെ അടുത്ത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഓപ്പണായിട്ട് സംസാരിച്ചതായിട്ടും അതിനെ തുടർന്ന് കാനഡയിൽ എത്തിയിട്ട് അവിടെ നിന്ന് ഒരു പ്രൊപ്പോസൽ ഇന്ത്യയിലേക്ക് അയച്ചിരിക്കുകയാണ്. കാനഡയ്ക്ക് ഇന്ത്യയുമായിട്ട് ഡിഫൻസ് പാർട്ട്ണർഷിപ്പിന് താല്പര്യമുണ്ട് എന്നുള്ള തരത്തിലുള്ള ഇൻവിറ്റേഷൻ ഇന്ത്യക്ക് അയച്ചിട്ടുണ്ട്. എങ്ങനെ ഇരുന്ന് കാനഡ ഇന്ത്യ റിലേഷൻഷിപ്പ് എങ്ങനെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2023-24 കാലഘട്ടങ്ങളിലൊക്കെ വളരെയധികം മോശപ്പെട്ട നിലയിലുണ്ടായിരുന്ന ഒരു ബന്ധമാണ് ഇന്ത്യ കാനഡ ബന്ധം. ജസ്റ്റിൻ ട്രൂഡോയുടെ അതേ പാർട്ടി തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്നത്, പക്ഷേ ലീഡർഷിപ്പ് വേറെയാണ്. അപ്പോൾ അങ്ങനെ മാർക്ക് കർണിയുടെ ലീഡർഷിപ്പിൽ ഇന്ത്യ കാനഡ ബന്ധം ഊഷ്മളമായിട്ട് മുന്നോട്ട് പോവുകയാണ്.
ഇറ്റ്സ് എ ഗുഡ് സൈൻ. ഇന്ത്യൻ നേവി ഹോച്ചിമിൻ സിറ്റിയിൽ ഡോക്ക് ചെയ്തിട്ടുണ്ട്. ഹോച്ചിമിൻ സിറ്റി വിയറ്റ്നാമിലാണ്. ഇന്ത്യയും വിയറ്റ്നാമും തമ്മിലുള്ള ബ്രഹ്മോസ് ഡീൽ ഓൾമോസ്റ്റ് ഫൈനലൈസ് സ്റ്റോക്കിൽ എത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ നേവി ഡിഫൻസ് കോപ്പറേഷൻ, ഡിഫൻസ് പാർട്ട്ണർഷിപ്പ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോച്ചിമിൻ സിറ്റിയിൽ ഡോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഫിലിപ്പൈൻസ്, അതേപോലെ ഇന്തോനേഷ്യ, വിയറ്റ്നാം, മലേഷ്യയിലും നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ നമ്മൾ അത്തരത്തിൽ മുന്നോട്ട് പോയിട്ടില്ല ഇതുവരെ. മറ്റു തരത്തിലുള്ള ബന്ധങ്ങളാണ് മലേഷ്യയും സിംഗപ്പൂറുമായിട്ട് ഇന്ത്യക്കുള്ളത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു ഈ ഈസ്റ്റ് ഏഷ്യൻ സൈഡിൽ. ഇന്ത്യയും അമേരിക്കയും ഓസ്ട്രേലിയയും ജപ്പാനും കൂടി ചേർന്നിട്ട് റെയർ എർത്ത് എലമെൻസിൽ എഫക്റ്റീവായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. എയിം എന്താണെന്ന് പറഞ്ഞാൽ ചൈനയുടെ റെയർ എർത്ത് എലമെൻസ് ആ ഒരു മോണോപോളിയെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഈ കൂട്ടായ്മ തുടങ്ങിയിട്ട് കുറേ കാലമായി. പക്ഷെ എന്നാലും എഫക്റ്റീവായിട്ട് ഈ 4 രാജ്യങ്ങളും ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ ചൈനയുടെ റെയർ എർത്ത് എലമെൻസ് മോണോപോളി ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ മംഗോളിയയിൽ എത്തിയിട്ടുണ്ട്. മംഗോളിയയുമായിട്ട് സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ചർച്ചയാണ് നടത്തുന്നത്. മംഗോളിയയുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. മംഗോളിയ ചൈനയുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറും വാങ് യി, ചൈനയുടെ ഫോറിൻ മിനിസ്റ്ററും തമ്മിലൊരു മീറ്റിംഗ് നടക്കുന്നുണ്ട്. ബ്രിക്സിൻ്റെ സൈഡ് ലൈനിലാണ് ഈ മീറ്റിംഗ് ഒക്കെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെയും ചൈനയുടെയും റിലേഷൻഷിപ്പ് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചർച്ച നടത്തുന്നത്. പ്രത്യേകിച്ച് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്യുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും ചൈനയും കൂടുതൽ ബന്ധം ശക്തിപ്പെടുത്താനാണ് സാധ്യത. കാരണം അമേരിക്കയുടെ പ്രഷർ. ട്രംപ് ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്. ബ്രിക്സ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഫോറമാണ്. പരമാവധി ഈ എക്കണോമിക് ഫോറമായിട്ട് തന്നെയായിരിക്കും നിലനിൽക്കുക. അൻറ്റിൽ ഓയിൽ മാർക്കറ്റിൽ ഒരു മാറ്റം വരാത്തിടത്തോളം കാലം ഈ ബ്രിക്സ് എക്കോണമി ഇങ്ങനെ തന്നെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. അതായത് സഡൻലി ഇലക്ട്രിക് വാഹനങ്ങൾ, അതേപോലെ തന്നെ ഈ ഓയിൽ ഫോസിൽ ഫ്യൂവലിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കയ്ക്ക് കുറച്ച് ക്ഷീണം വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഡോളറിനൊക്കെ മൂല്യത്തകർച്ച ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ ഡോളർ വാല്യൂ ഗ്ലോബൽ കറൻസി മൂല്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും അതൊരു 50ഓളം കറൻസികൾ വെച്ചിട്ടാണ് അതിൻ്റെ മൂല്യം നോക്കുന്നത്. അതിന് മറ്റുള്ള രാജ്യങ്ങളുടെ കറൻസി ഒന്നും എടുക്കാറില്ല. മാക്സിമം വെസ്റ്റേൺ രാജ്യങ്ങളിലെ കറൻസി വെച്ചിട്ടാണ് ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ അവർ നോക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അമേരിക്കയ്ക്ക് വലിയ നഷ്ടമൊന്നും ഉണ്ടാവത്തില്ല. പക്ഷേ അനോണിമസ് ആയിട്ടൊരു പ്രഷർ ട്രംപിൻ്റെ സൈഡിൽ നിന്നും ബ്രിക്സ് രാജ്യങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നത് പോലെ ഒരു സ്ഥിതി വിശേഷമുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ സ്ഥിതിക്ക് പ്രത്യേകിച്ച് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട നെഗോസിയേഷനൊക്കെ തന്നെ ബ്രിക്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക ഏത് വിധേനയെങ്കിലും ബ്രിക്സിനെ തകർക്കണം എന്നുള്ളതിൽ ഉറച്ച തീരുമാനമെടുത്താണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. ജിയോ പൊളിറ്റിക്സ് ആണ്, ഏത് നേരം വേണമെങ്കിലും മാറി മറിയാം. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരത് ചെയ്യുക തന്നെ ചെയ്യും. തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ആ അഭിപ്രായ വ്യത്യാസങ്ങളോടുകൂടി തന്നെയായിരിക്കും ഇന്ത്യ ചേർന്ന് മുന്നോട്ട് പോകുന്നത്. ഒരു വിധത്തിലും ബോർഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ കോംപ്രമൈസ് ഉണ്ടാവില്ല. അത് ചൈനയും കോംപ്രമൈസ് ചെയ്യില്ല, ഇന്ത്യയും കോംപ്രമൈസ് ചെയ്യില്ല. മറ്റുള്ള മേഖലകളിൽ തീർച്ചയായിട്ടും ചേർന്ന് പ്രവർത്തിക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. ട്രംപ് കുറച്ച് നിദാനത്തോടു കൂടി ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചൂർഡായിട്ട് മുന്നോട്ട് പോകും. ഖത്തറിൽ റാസ് ലഫാൻ ഗ്യാസ് പ്ലാന്റിൽ ഉണ്ടായ പൊട്ടിത്തെറിയിൽ 13 പേരാണ് മൊത്തത്തിൽ ഇതിൽ മരണപ്പെട്ടത്. ഈ അപകടത്തിൽപ്പെട്ട് അതിൽ 12 പേര് ഇന്ത്യക്കാരാണ്, ഒരാൾ പാകിസ്ഥാനിയുമാണ്. ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു സ്ഥിതി. കാരണം ഇത് ഒരുപാട് നാളായിട്ട് ഇത് പ്രവർത്തിക്കുന്നില്ല. ഇത് ക്ലോസ് ചെയ്തിട്ടിരുന്ന ഒരു പ്ലാന്റാണ്. ആ പ്ലാന്റിൻ്റെ ഉള്ളിലാണ് ഈ പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഖത്തർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യ മാരിടൈം കേപ്പബിലിറ്റി എഫക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. മാരിടൈം കേപ്പബിലിറ്റി ആണ് ഇന്ത്യയുടെ എക്കണോമിക് പവറിൻ്റെ മറ്റൊരു ശക്തി എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി സൂചിപ്പിക്കുന്നത്. ഇന്ത്യ ന്യൂക്ലിയർ എക്കോസിസ്റ്റത്തിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ സ്വീകരിക്കുകയാണ്. അത് ന്യൂക്ലിയർ പവർ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട സ്മോൾ മൊഡ്യൂലാർ റിയാക്ടേഴ്സ് ഒക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള മേഖലയിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ ക്ഷണിക്കുന്നത്. തീർച്ചയായിട്ടും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്ഷണിക്കുന്നത്. അപ്പോൾ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.